ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ബീഫ് ചില്ലില്ലേ, ബീഫ് ഡ്രൈ ഫ്രൈ, അത് നമുക്ക് ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം, നല്ല ടേസ്റ്റോട് കൂടി തന്നെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലില്ലാത്ത 1 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത്. ഇത് മസാല പുരട്ടി നമുക്ക് ഇത് ഒന്ന് 80% ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ബീഫ് വേവിച്ചെടുക്കാനുള്ള അല്പം വെള്ളവും ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ ഒരു 5 വിസിൽ കൊണ്ട് തന്നെ ബീഫ് വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ ബീഫ് ഒരു 80% ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വേവിച്ചെടുത്ത ബീഫ് മുഴുവനായിട്ടും ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ മസാല തയ്യാറാക്കിയെടുക്കാനുണ്ട്. ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, മുറിഞ്ഞു പോകാതെ നോക്കേണ്ടതാണ്. വേറൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബീഫ് സ്റ്റോക്ക് ഉണ്ടാകും. അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് റെസിപ്പി കൂടിയാണിത്. മിക്സ് ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഡിഷിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആണിത്. എല്ലാവരും മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അവസാനം വറുത്ത് കോരിയെടുക്കുമ്പോൾ അതിലേക്ക് 3-4 പച്ചമുളക് നീളത്തിൽ ഒന്ന് അരിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ BDF റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.